എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പുതിയൊരു ഇപ്പോക്സി ടേബിളോട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ തമിഴ്നാട്ടിലുള്ള ഒരു ക്ലയൻറ്റ് പറഞ്ഞതനുസരിച്ച് ഒരു 6.5 അടി നീളവും ഒരു 3.5 അടി വീതിയും ഉള്ള ഒരു ടേബിളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ചെറിയ പീസുകൾ, ചെറിയ തേക്കിൻ്റെ പീസുകൾ ഒരുമിച്ച് വെച്ച് ഒരുപാട് ഗ്യാപ്പുകൾ ഇതിലുണ്ടാവും. ആ ഗ്യാപ്പുകളിലൊക്കെ നമ്മൾ ഇപ്പോക്സി ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 50 കിലോയോളം ഇപ്പോക്സിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് ഏകദേശം ഈ രൂപത്തിലാണ് വരിക. അപ്പോൾ ഇത് ഫ്രെയിമിൽ വെച്ച് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്യാപ്പുകളിലൊക്കെ നമ്മൾ എപ്പോക്സി ഒഴിക്കും. പിന്നെ അത് സെറ്റായി കഴിഞ്ഞാൽ നമ്മളത് ഊരിയെടുക്കുകയാണ് ചെയ്യുക. ഒരു ലൈറ്റ് ബ്ലാക്ക് കളറാണ് നമ്മളിതിൽ ഇപ്പോക്സിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടേബിൾ തീർന്നു വരുമ്പോഴത്തേക്ക് ഒരു ട്രാൻസ്പാരൻറ്റ് ബ്ലാക്ക് അപ്പിയറൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ റെസിൻ നല്ലപോലെ സെറ്റായിട്ടുണ്ടാവും. ഇനി നമുക്കിത് ഫ്രെയിമിൽ നിന്ന് എടുക്കാം. ഫ്രെയിമിൽ വെക്കുന്നതിന് മുമ്പ് മരം കറക്റ്റ് ഷേപ്പ് ചെയ്യാനും ഫ്രെയിമിൽ നിന്ന് എടുത്ത ശേഷം അത് സാൻഡ് ചെയ്ത് ശരിയാക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ഈ നിൽക്കുന്ന നമ്മുടെ സുഹൃത്ത് വിഷ്ണുവാണ്. അപ്പോൾ ഇങ്ങനെയാണ് ടേബിളിൻ്റെ ഒരു ഫൈനൽ ഫിനിഷ് വരുന്നത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടേബിളിൻ്റെ ഒരു ഫിനിഷ്ഡ് ലുക്ക് വരുന്നത്. ഇതിൻ്റെ ബേസ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇരുമ്പ് കൊണ്ടാണ്. 6.5 അടി നീളവും 3.5 അടി വീതിയാണ് ഈ ടേബിളിനുള്ളത്. ഏകദേശം 50 കിലോയോളം എപ്പോക്സി റെസിൻ നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുണ്ട്.
നമ്മളിനി ഇത് പാക്ക് ചെയ്ത് നമ്മുടെ ക്ലയൻറ്റിൻ്റെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 140 കിലോമീറ്ററോളം പോയി ഉദുമൽപേട്ട് എന്ന സ്ഥലത്താണ് ഇത് എത്തിക്കേണ്ടത്. ഇതുപോലത്തെ സിമിലർ വർക്ക്സ് വരികയാണെങ്കിൽ ചെയ്യാനുള്ള മരമാണ് സൈഡിൽ കാണുന്നത്. നമ്മുടെ യാത്ര ഏകദേശം ഒരു 4-4.5 മണിക്കൂറെങ്കിലും എടുക്കും എന്നാണ് വിചാരിക്കുന്നത്. വൈകുന്നേരം 6 മണിക്കാണ് നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. അപ്പോൾ ഒരു 10-10:30 ആകുമ്പോഴായിരിക്കും നമ്മൾ അവിടെ എത്തുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലയൻറ്റിൻ്റെ വീട്ടിലെത്തി ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും അദ്ദേഹത്തിനൊക്കെ ഈ മോഡൽ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അധികം വൈകാതെ തന്നെ മറ്റൊരു പ്രൊജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.